എല്ലാവർക്കും ജീവി ലുക്സിലേക്ക് സ്വാഗതം. ഇപ്പം ഇതുവരെ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചെലവ് കുറഞ്ഞ എംബ്രിക് കൊണ്ടുള്ള ഒരു വീടാണ് ഞങ്ങൾ കയറ്റുന്നതെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ വീടിന് എത്ര ലക്ഷം രൂപ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ചെലവ് കുറഞ്ഞ വീടാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിലായാലും ഈ പരിചയക്കാർ അറിയുന്ന ആൾക്കാരായാലും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ എന്താ വെച്ചാൽ, ഇതുവരെ ഇപ്പം ഇത്ര പണി കഴിഞ്ഞ് എത്ര രൂപയായി, എത്ര ലക്ഷമായി ഞങ്ങൾക്ക് ഈ വീട് പണിക്ക് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറയണത്. ഞങ്ങളെ വീട്ടിലെ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. ഇതാണ് സിറ്റ് ഔട്ട്. അത്ര വലിയ സ്പേസ് ഒന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. ടൈലിന്റെ റേറ്റ് പിന്നെ ഓൾറെഡി ഞങ്ങളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇതാണ് ഞങ്ങളെ പുറം ചുമര് വീടിന്റെ. ഇത് എന്താ പുട്ടിയുടെ പ്ലാസ്റ്ററും ചെയ്യൊന്നും ചെയ്തിട്ടില്ല. വാട്ടർ ക്ലിയർ ആണ് ഇതിൽ അടിച്ചിട്ടുള്ളത്. 10 വർഷം ഗ്യാരണ്ടി ഉള്ള അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പ്ലാസ്റ്ററിങ്ങിന്റെ ഏരിയയിൽ നല്ല ലാഭമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളൊക്കെ ഞങ്ങള് തേക്കാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് ലൈറ്റിന്റെ പ്രശ്നം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങള് അതേപോലെ പോളിഷ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഫുള്ള് വൈറ്റ് കളർ അടിക്കുക ചെയ്തത് പെയിന്റ്. ഇതാണ് ഞങ്ങളെ ലിവിങ് റൂം. ഇപ്പൊ പെയിന്റിങ്ങിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും. പിന്നെ ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലിവിങ് റൂം ആയിരുന്നു. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല്, ഈ സെറ്റ് ഇടുന്നതിന്റെ അളവ് ഇപ്പോൾ ഇത്ര അളവ് വരുന്നുണ്ട് അത് നോക്കിയിട്ട് ഇത് പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്തത്. കമ്പിയാണ് യൂസ് ചെയ്തത് പാർട്ടീഷന് വേണ്ടിയിട്ട്. പിന്നെ ഇതായിരുന്നു ടോട്ടൽ ഇവിടെ ആയിരുന്നു ആദ്യം ലിവിങ് റൂമിന്റെ സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് മാക്സിമം സ്ഥലത്ത് ഓരോന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇവിടെ ലൈബ്രറി ഉണ്ടാക്കാനാണ് നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ലൈബ്രറിയാണ് വരുന്നത്. ബാക്കി ലിവിങ് റൂമിനും കൂടുതൽ ലിവിങ് റൂമിന് എടുക്കണ്ട എന്നുള്ള വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. വേറൊരു സ്ഥലത്ത് ഞങ്ങളിപ്പോ ലൈബ്രറി ഉണ്ടാക്കാനൊന്നും ഇതാക്കിയിട്ടില്ല. ഇവിടെയാണ് ഞങ്ങള് TV സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് യൂസ് ചെയ്യണത്. ഇനിയുള്ളതാണ് ഞങ്ങൾ സ്റ്റെയർ കാണിക്കുകയാണ്. ഇതിപ്പോ എന്താ വെച്ചാൽ ലിവിങ് തിരിച്ചത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതിന് നേരെ അതേ ഒരു ലൈനിലാണ് സ്റ്റെയറും പോയിരിക്കുന്നത്. പിന്നെ ജിയോ പൈപ്പാണ് സ്റ്റെയറിന് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റെപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പ്ലൈവുഡ് ആണ്. 8x4 ചെക്ക് പ്ലൈവുഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മരം ഇതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ മരത്തിന് അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വേണ്ട വെച്ചിരിക്കുകയാണ്. ഇതിന് പറഞ്ഞാല് മരത്തിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് കുറവാണ്. 8x4 ചെക്ക് പ്ലൈവുഡിന് 3500 രൂപയാണ് വരുന്നത്. ഈ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ 8x4 ഇതിൽ 8 സ്റ്റെപ്പ് പോകും. അങ്ങനെ ഞങ്ങൾക്ക് 2 ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7000 രൂപയാവണം 2 ഷീറ്റിന് കൂടി. പിന്നെ ഈ സ്റ്റെയറിന്റെ കളറൊക്കെ ഇതൊക്കെ വൈറ്റ് ആണ് അടിക്കുന്നത്, അതൊന്നും ഫില്ലായിട്ടില്ല. പിന്നെ അടുത്ത് കാണിക്കുന്നത് ഞങ്ങളെ വാഷ് ബേസിന്റെ ഏരിയ ആണ്. ഇവിടെയാണ് വാഷ് ബേസിന്റെ ഏരിയ വരുന്നത്. പിന്നെ ഇത് പുറത്തത്തെ അതേപോലെ തന്നെ പോളിഷ് ചെയ്തിട്ട് വാഷ് ബേസ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി റൂം കാണിക്കാൻ പോണത് 12x11 ആണ്. 11 റൂം. ഇവിടെ ഈ റൂമത്തെ എന്താ വെച്ചാൽ മൊത്തം ടൈലും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ വെക്കാനുള്ളത് ജനൽപ്പൊളി, വാതില്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതൊക്കെ ഞങ്ങൾ അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മരമൊന്നും ഉപയോഗിക്കണേ ഇല്ല. കാരണം മരം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉള്ള റേറ്റിൽ നമുക്ക് കൂടുതലാവും. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ അറ്റാച്ച് ബാത്റൂമും ഉണ്ട്. ഇപ്പൊ വീട്ടില് 3 ബാത്റൂമാണ് ഓൾറെഡി ഉള്ളത്. പുറത്തൊരു ബാത്റൂമും പിന്നെ 2 റൂമിലും ഓരോ ബാത്റൂം. ബാക്കി 2 ബാത്റൂമിന്റെ പണി പൂർത്തിയായിട്ടുള്ളതാണ്. ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല. കാരണം ആവശ്യത്തിലുള്ള 2 ബാത്റൂം ആയി, പുറത്തുനിന്നും പിന്നെ റൂമിലൊന്നും ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇതിന്റെ പണി ഫുള്ളായിട്ടില്ല. പിന്നെ പെയിന്റിംഗ് ഒക്കെ എല്ലാ റൂമിന്റെയും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ പെയിന്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കണേ, അതും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾ അടുത്തത് പരിചയപ്പെടുത്തിയ ഞങ്ങള് ഹാളാണ്. എനിക്ക് ആകെ നിർബന്ധമുള്ളത് ഹാൾ അത്യാവശ്യം വലിയ വലിപ്പം ഉണ്ടാവണം എന്നായിരുന്നു. അത്യാവശ്യം സ്പേസും ഉണ്ട് നീളത്തില്.
ഇപ്പൊ ഈ ഹാളിന് 300 സ്ക്വയർ ഫീറ്റ് ആണ്. 300 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഹാള്. ഏകദേശം വരികയാണെങ്കിൽ ഒരു 2.5 റൂമിന്റെ വലിപ്പം ഉണ്ട് ഈ ഹാളിന്. പിന്നെ ഞങ്ങളിപ്പോ ഓരോന്ന് ഇന്ന ഏരിയ ഓരോ സാധനത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞങ്ങള് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിള്, പിന്നെ ഞങ്ങൾക്കൊരു ഊഞ്ഞാല് വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതി, പിന്നെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസും ഫ്രെയിം അങ്ങനെ യൂസ് ചെയ്യാന്, അതൊക്കെ ആദ്യം ഇതാക്കിയോണ്ട് തന്നെ വലിയൊരു ഹാള് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഇത് ഞങ്ങളൊരു ഷോവാളാണ്. പിന്നെ പൂജാ റൂം ഉണ്ട് ഹാളിന്റെ ചേർന്നിട്ട് തന്നെ. കാരണം എനിക്ക് നിർബന്ധമാണ് ഒരു പൂജാ റൂം വേണം എന്നുള്ളത്. കാരണം കുറെ പേര് ഞങ്ങളിപ്പോ ഈ പൂജാ റൂം ഉണ്ടാക്കിയപ്പോ കുറെ ഇതുണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ കൂടുതൽ പേരും റൂം ഉണ്ടാക്കണില്ല, ഒരു ബോർഡ് അടിച്ചാൽ പോരെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോരെ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്കൊരു നിർബന്ധം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു പൂജാ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത റൂം ആണ് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് ഹാളിൽ നിന്നാണ് പോണത്. ഫസ്റ്റത്തെ റൂം ലിവിംഗ് നിന്നാണ് പോണത്. ഇത് ഹാളിൽ നിന്നും. അത് 12-11 ഇത് 12-12 ആണ് റൂം. ഇത് കംപ്ലീറ്റ് പണി കഴിഞ്ഞതാണ്. ഇതാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. പെയിന്റിങ് പിന്നെ എടുത്ത് പറയേണ്ട മൊത്തം കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇനി ഇതിലും അതേപോലെ തന്നെ ജനല്, വാതില് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി വെക്കാനുള്ളത്. പിന്നെ അലമാര വെക്കാനുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് അലമാരക്കുള്ള സ്പേസ് ഇട്ടിട്ടുള്ളത്. മറ്റത് പിന്നെ ഇടാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വാള്, കാരണം ഒന്ന് സിറ്റ് ഔട്ടിന് നേരെ ഒന്ന് ബാത്റൂമിന് നേരെ ആയതുകൊണ്ട് നമുക്ക് അലമാര ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം വെള്ളത്തിന്റെ ലീക്ക് വരും അലമാരയ്ക്കായ ആ പ്രശ്നം കൊണ്ട് അവിടെ ഇതിനുള്ള സ്പേസ് ഞങ്ങൾ ഇട്ടിട്ടില്ല. ഇനി അടുത്തത് ഞങ്ങൾ കിച്ചണാണ് കാണിച്ചു തരുന്നത്. ഓപ്പൺ കിച്ചണാണ്. കിച്ചണ് ബാക്കി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ വലിപ്പമൊന്നും സ്പേസ് ഒന്നും ഇല്ല. ചെറിയൊരു കുഞ്ഞ് അടുക്കള, അടുക്കള, പിന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് സ്ലാവ് ഒന്നും ഇല്ലാത്തതെന്ന്. അതൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ പെട്ടിരിക്കുന്ന വർക്കാണ്. ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് സ്ലാവ് സിമെന്റ് കൊണ്ട് തന്നെ വാർത്ത് അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്ന്. പിന്നെ ഏട്ടൻ ഇപ്പോഴത്തെ ഓരോ ഐഡിയ കാര്യങ്ങളും പിന്നെ അതിന് കുറച്ച് ബഡ്ജറ്റ് കുറവും ആവും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഓപ്പൺ കിച്ചണിൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വർക്കേരി ഉണ്ടാക്കണ്ടേ. ആദ്യമൊക്കെ വീട് വെക്കുന്നവരെന്താ വെച്ചാൽ കിച്ചണിന് ചാരി തന്നെ അടുപ്പ് ഉണ്ടാക്കും. എന്നിട്ട് പുക വരുന്നുണ്ട് പറഞ്ഞിട്ട് പിന്നെ അത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് വർക്കേരി സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അടുപ്പാക്കാണ്ട് ചെയ്യാം. ഞാൻ അതിനൊന്നും നിന്നില്ല. എന്ത് ചെയ്തു വെച്ചാല് ചെറിയൊരു ഇപ്പൊ ഞങ്ങൾ 2 പേരുള്ളൂ. 2 പേർക്കൊക്കെ ഈ അടുക്കള ധാരാളമാണ്. പക്ഷെ വർക്ക് ഏരിയ ഞങ്ങള് സെപ്പറേറ്റ് എടുക്കാനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാന്നുള്ളൊരു ഉദ്ദേശമാണ്. കാരണം ഇതന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. കാരണം 2 പേർക്ക് ഞങ്ങൾ ഗ്യാസ് അടുപ്പ് സ്റ്റൗ യൂസ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇതാണ് സ്റ്റോർ റൂം. അതിന് വാതില് വെക്കണം. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിലും പോവും. പിന്നെ ഇവിടെ എന്താ വെച്ചാല് ഫ്രിഡ്ജിനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ. ബാക്കി സ്ലാവ് ഇവിടെ സിങ്ക് വരുന്നത്. പിന്നെ ഇവിടെ സ്റ്റൗവ്, പുറത്തേക്കുള്ള ജനലും കാര്യങ്ങളും. പിന്നെ ഇതാണ് ഞങ്ങളെ ഓപ്പൺ കിച്ചണ്. ഇവിടെ ലൈറ്റും കാര്യങ്ങളും വെക്കാണ്ട്. ഇതൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ വലിയ പണിയാണ്. അതൊക്കെ ഇനി ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ ഇതുവരെയുള്ള കാഴ്ചകളാണ് നിങ്ങളെ മുന്നിൽ ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇപ്പൊ ഞങ്ങളെ വീട്. ഇപ്പൊ ഫുള്ളായിട്ട് ഇനി ഉണ്ട് വർക്കും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ആ മെയിൻ ഹാളിലൊക്കെ ഞങ്ങള് മുകളിൽ നിന്ന് തന്നെ കർട്ടൻ യൂസ് ചെയ്യാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. മൊത്തം പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്. ഇതാണ് ഞങ്ങളെ വീട്, ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ. ഇനി ഞങ്ങളെ ബഡ്ജറ്റ് എന്താ വെച്ചാൽ ഇപ്പൊ ഇതുവരെ ഞങ്ങൾ കാണിച്ചു തന്ന പണിക്ക് 12 ലക്ഷം രൂപയാണ് ഈ വീടിനായിട്ടുള്ളത്. 12 ലക്ഷം എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് ഏട്ടനാണ് കുറെയൊക്കെ പണി ചെയ്തിട്ടുള്ളത്. എല്ലാം പണിക്കാരെ ഉപയോഗിച്ചിട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ എന്താ വെച്ചാൽ ഒരു വീട് പണി തുടങ്ങുന്ന എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പറ്റുന്ന പണികൾ നമ്മൾ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ തന്നെയുള്ളൂ കുറെയൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ എല്ലാവരും ഉണ്ടാക്കുന്നത്. അല്ലാതെ മൊത്തം പണിക്കാർക്ക് കരാർ വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെലവ് ചുരുക്കിയൊരു വീട് ഉണ്ടാക്കാൻ കഴിയില്ല. ഈ 12 ലക്ഷം എന്ന് പറയുമ്പോൾ അതിൽ വീട് മാത്രമാണ് കേട്ടോ വരുന്നത്. സ്ഥലം സെപ്പറേറ്റ് ആണ്. പിന്നെ ഞങ്ങൾ അതിര് കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് അതിര് കെട്ടിയിട്ടുള്ളത്. അതിനൊക്കെ സെപ്പറേറ്റ് പൈസയാണ് ആയിട്ടുള്ളത്.
പിന്നെ ഈ സൈഡ് അതിര് കെട്ടാണ്ട്. പിന്നെ ഞങ്ങൾ കുഴൽക്കിണറാണ് യൂസ് ചെയ്ത് ഇവിടെ ഇതാക്കിയിട്ടുള്ളത്. സാധാരണ കിണറല്ല, കുഴൽക്കിണറാണ് കുത്തിയിട്ടുള്ളത്. അത് വേറെ സെപ്പറേറ്റ് പൈസയാണ്. വീടിന് മാത്രം ഇപ്പം ഇതുവരെ 12 ലക്ഷമാണ്. ഇനി പണി വരാണ്ട് അലമാര, പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ പണികളും, പിന്നെ ജനല്, വാതില്, പിന്നെ ഉള്ളിക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ പാടെ ആവുമ്പോൾ എന്നാലും 10-15 ലക്ഷത്തിൽ ഒതുങ്ങുന്ന ഒരു വീടായിരിക്കും ഇത്. പിന്നെ ചില പണികളൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെ എടുക്കണോണ്ട് കുറഞ്ഞ റേറ്റിന് എടുത്തു തന്നവരൊക്കെ ഉണ്ട്. കാരണം വല്ലാണ്ട് നമ്മൾ ചാമ്പാതെ ഒരു നമുക്ക് കഴിയുന്ന കുറച്ചൊക്കെ പൈസ ഡിസ്കൗണ്ട് തന്നിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ സ്ഥലം വരുന്നത് 16 സെന്റ് സ്ഥലമാണ്. ആ 16 സെന്റിൽ 1380 സ്ക്വയർ ഫീറ്റ് സ്പേസുള്ള വീടാണിത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഈ 1380 സ്ക്വയർ ഫീറ്റുള്ള വീട് 12 ലക്ഷത്തിൽ നിന്നിട്ടുണ്ടോ കാര്യങ്ങളെന്നൊക്കെ. എല്ലാവരോടും പറയാനുള്ള ഒന്ന് മാത്രമാണ്, കഴിയണ പണികൾ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുക, അറിയണ പണികളൊക്കെ. അല്ലാതെ പിന്നെ അതേപോലെ തന്നെ ഒരു പണി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരാളെ തന്നെ പറഞ്ഞ് ചെയ്ത് ഒറ്റയടിക്ക് കൊടുക്കാതിരിക്കുക. 2-3 ആൾക്കാരോട് നമ്മൾ ചോദിച്ച് അതിൽ ഏറ്റവും കുറഞ്ഞത് ഏതാ, ബെറ്റർ പണി ഏതാ നോക്കിയിട്ട് അവരെ ചെയ്ത പണികളൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഏകദേശം എല്ലാ വീടുകളും കുറഞ്ഞ റേറ്റിന് കിട്ടും. പിന്നെ മൊത്തം കരാറ് കൊടുക്കാതെ നിൽക്കുക, അതൊക്കെ ഞങ്ങളിപ്പോൾ ഈ ഒരു വീട് പണിയിൽ പഠിച്ചിട്ടുള്ളതാണ്. കാരണം എനിക്ക് സ്വന്തം വീട് 3 കൊല്ലം മുന്നേ ഉണ്ടാക്കിയതാണ്. അപ്പം അന്ന് ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ. അപ്പം അതൊന്നും ഇതിൽ വരാതെ കുറേയൊക്കെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കാം. ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.